വെൽക്കം ബാക്ക് ടു എഡ്ജ് വാലറ്റ്. പ്ലസ് ടു മാത്സിലെ മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് മെട്രിക്സ് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരു പാർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ആ ഒരു മെട്രിക്സിൻ്റെ ബേസിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കുന്ന മോഡലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ ഉടൻ തന്നെ വരും. നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു കുറച്ച് എക്സാമ്പിൾസ് മാത്രം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞ അഡീഷൻ സബ്ട്രാക്ഷൻ്റെ ഒക്കെ ബേസിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പാഠത്തിൻ്റെ അടുത്ത പാർട്ടാണ് ഇടുന്നത്. വിച്ച് മീൻസ് അടുത്ത സെക്ഷൻ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ പാർട്ടായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ മുന്നോട്ട് പോവാം. സ്റ്റാർട്ട്. ഓക്കെ, സോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നമ്മൾ ഓൾറെഡി കുറച്ച് പാർട്സ് ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, സോ ഇതാണ് 2 മെട്രിക്സ്. നമുക്കിത് 2 മെട്രിക്സിനെ ആഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് 2 മെട്രിക്സ് ആഡ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു വലിയൊരു മെട്രിക്സ് നമ്മൾ കൊടുക്കുന്നിട്ട് ഈ ഇവിടുത്തെ ഫസ്റ്റും കൂടി ആഡ് ചെയ്യും. സോ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. ദെൻ ഇവിടെ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് അതും ആഡ് ചെയ്യും. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് അത് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഇതും കൂടി ആഡ് ചെയ്യും. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് അല്ലേ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വന്നു. ഇനി ഇവിടെ ഇതും കൂടി ആഡ് ചെയ്യും. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇങ്ങനെ നിങ്ങൾ എഴുതി വയ്ക്കാം. ഇത്ര വരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈസിയാണ്. അതായത് ഒരൊറ്റ നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനായിട്ടുണ്ട്. അതായത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വന്നാൽ 1 എവിടെയൊക്കെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് വന്നോ അവിടെയൊക്കെ നമുക്ക് 1 ഇട്ട് കൊടുക്കാം. ഓക്കെ, അതൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. നമുക്ക് തിരിച്ച് വന്നാലും 1 തന്നെയാണ്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് വന്നാലും 1 അപ്പോൾ നോക്കിയൊക്കെ ഇവിടെ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്, കോസിൻ്റെ സ്ക്വയറും സൈൻ്റെ സ്ക്വയറും കൂടി കൂട്ടുമ്പോൾ 1 ആണ്. അതേപോലെ സൈൻ്റെ സ്ക്വയറും കോസിൻ്റെ സ്ക്വയറും 1. ഇവിടെ സൈൻ്റെ സ്ക്വയർ കോസിൻ്റെ സ്ക്വയർ 1, കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് 1. അപ്പോൾ ഇതാണ് നമുക്ക് ഈ 2 മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മേ ബി ഈ ക്വസ്റ്റ്യൻ ഈ മെട്രിക്സ് ഒക്കെ കാണുമ്പോൾ അയ്യോ ഇതിൻ്റെ സൈനും കോസും ഒക്കെ ആലോ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷേ സിമ്പിളാണ്, ജസ്റ്റ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എക്സ് പ്ലസ് ഏതോ ഒരു എക്സും ഏതോ ഒരു വൈയും കൂടി ആഡ് ചെയ്തപ്പോൾ ഇത് കിട്ടി. എക്സും വൈയും കൂടി മൈനസ് ചെയ്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കാനായിട്ട് എക്സ് പ്ലസ് വൈയും, അതായത് ഇവിടെ എക്സ് പ്ലസ് വൈ അല്ലേ, ഈ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അതായത് രണ്ടിൻ്റെയും ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ജസ്റ്റ് ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞത് ഇതാ, അതായത് 7025 രണ്ടും കൂടി എന്ത് ചെയ്യുക, അതായത് ഈ സൈഡും ആഡ് ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, 3003 ഇങ്ങനെ വരും. ഇനി വരും നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ നോക്കിക്കേ എക്സ് പ്ലസ് വൈ പ്ലസ്, അതായത് എക്സ് പ്ലസ് വൈ ഉണ്ട് പ്ലസ് എക്സ് മൈനസ് വൈ. ഇവിടെ നോക്കിക്കേ ഇവിടെ എക്സും കൂടുമ്പോൾ എന്താ വരിക, 2x എന്ന് വരും. വൈ മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, വൈയിൽ നിന്ന് മൈനസ് വൈ ചെയ്യുമ്പോൾ അത് 0, അതിനർത്ഥം വൈ എവിടെ പോയി. ഓക്കെ, അപ്പോൾ 2x ഇത് മാത്രമായി. നമുക്ക് ഈ സൈഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 7ഉം 3ഉം 10 ആണ്. 000202538. ഓക്കെ, അപ്പോൾ 2x നമുക്ക് കിട്ടി. അപ്പോൾ ഇനി എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക, ഈ ഒരു മെട്രിക്സ് 10028 ആണ്. ഇതിന് എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ 2നെ അടിയിലോട്ട് കൊണ്ടുവരിക, അതായത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഈ മെട്രിക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക, 10/2 എന്ന് പറഞ്ഞാൽ 5. ഈ 2 നമുക്ക് ഓരോന്നിനും കൊടുക്കാൻ പറ്റും. 10 ഡിവൈഡഡ് ബൈ 2 5, 0 ഡിവൈഡഡ് ബൈ 2 0, 2/2 1, 8/2 4. അതായത് ഈ ഓരോ എലമെൻറ്റിനും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ ഇതാണ് എക്സിൻ്റെ വാല്യൂ. ഓക്കെ, നമുക്ക് എക്സ് എന്നുള്ള മെട്രിക്സ് കിട്ടി 5014. ഇതേപോലെ നമുക്ക് ഇനി വൈ കണ്ടുപിടിക്കാൻ. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി, എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ വൈ പോകണം. അപ്പോൾ വൈ പോകണം എന്നുണ്ടെങ്കിൽ ഈ വൈയും മൈനസ് വൈയും കൂടി ആഡ് ചെയ്താൽ മതി. വൈ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടും. സോ എക്സ് കണ്ടുപിടിക്കാനായിട്ട് 2 മെട്രിക്സുകൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഈ സൈഡും ആഡ് ചെയ്തു. ഇനി ഇതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വൈ കണ്ടുപിടിക്കാം. വൈ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുക, ജസ്റ്റ് മൈനസ് ചെയ്യുക. 2 ഇക്വേഷൻ എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് കളയുക. അപ്പോൾ എന്താ വരിക,
എക്സ് പ്ലസ് വൈ, അതായത് എക്സ് പ്ലസ് വൈ ആണ് 1, എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കൂടി എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്ത് കളയുക. അതായത് രണ്ട് മെട്രിക്സ് നമ്മൾ എഴുതിയിട്ട് രണ്ട് മെട്രിക്സും കൂടി മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മെട്രിക്സ് എന്താണ്? ഒന്നാമത്തെ മെട്രിക്സ് 7025 ആണ്, 7025 ആണ്. മറ്റേത് 3003. ഇതാണ് രണ്ടാമത്തെ മെട്രിക്സ് 3003. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് വൈ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ആദ്യം രണ്ടും കൂടി ആഡ് ചെയ്യുക, അതിൽ നമുക്കൊരു വാല്യൂ കിട്ടും, പിന്നെ രണ്ടും കൂടി മൈനസ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ നോക്കിക്കുക, എക്സ് പ്ലസ് വൈ ഉണ്ട് ഇവിടെ, പിന്നെ മൈനസ് എക്സ് കൊടുത്തു, പിന്നെ ഈ മൈനസും എന്നിട്ട് പ്ലസ് ആവും. അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ പുറത്തൊക്കെ മൈനസ് വന്നാൽ ഈ മൈനസ് എക്സിന് കൊടുക്കുമ്പോൾ മൈനസ് എക്സ്, ഈ മൈനസ് ഇവിടെ കൊടുക്കുമ്പോൾ പ്ലസ് വൈ ആവും. മൈനസ് ചേർന്നിട്ട് പ്ലസ് വൈ ആവും. ഇനി ഇവിടെ നമുക്ക് മൈനസ് ചെയ്ത് കളയാം. 7 3 പോകുമ്പോൾ 4, 0 - 0 0, 2 - 0 2, 5 - 3 2. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സും മൈനസ് എക്സും, എക്സ് മൈനസ് എക്സ് എന്താ പോയി, എക്സ് മൈനസ് എക്സ് 0 ആണ്. വൈ പ്ലസ് വൈ എന്താവും, 2y ആവും. 2y ആണ് എന്ത്, 4022. അപ്പോൾ നമുക്ക് വൈ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, 2നെ അടിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഓരോ എലമെൻറ്റും നമ്മൾ ഇതുപോലെ 4/2, 0/2, 2/2, 2/2 ഓരോ എലമെൻറ്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ 2y എന്ന് പറയുമ്പോൾ 2 × y ആ, അതിൽ നിന്ന് y കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ആവും. ഇൻറ്റു 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, ഡിവൈഡ് ആവും. സോ നമുക്ക് മെട്രിക്സിനുള്ളിൽ 4/2 എന്താണ്, 2, 0/2 0, 2/2 1, 2/2 1. ഇതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്തോളൂ കേട്ടോ. സോ നമുക്ക് y എന്നുള്ള ഇത് കിട്ടി എന്താണ്, 2011. സോ നമുക്ക് എക്സ് കിട്ടി, വൈയും കിട്ടി. എക്സ് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, 5014. അതേപോലെ നമ്മൾ വൈ കണ്ടുപിടിച്ചു 2011. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, എക്സ് കണ്ടുപിടിക്കാൻ ആഡ് ചെയ്തു, വൈ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് മെട്രിക്സ് നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, സോ ഇതാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഇതാണൊരു ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് എക്സും വൈയും സെഡും ടിയും ഒക്കെ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ്, ഫൈൻഡ് എക്സ് വൈ സെഡ് ആൻഡ് ടി. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്, അതായത് 2 × ഈ മെട്രിക്സ് ചെയ്യുന്നതും അതിൻ്റെ കൂടെ 3 × ഈ മെട്രിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 × എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക, 2നെ ഓരോന്നിനും കൂടി ഇൻറ്റു ചെയ്യുക. 2 × x 2x, 2 × z 2z, 2 × y 2y, 2 × t 2t. കണ്ട, അതായത് പുറത്ത് കിടക്കുന്ന 2നെ നമ്മൾ ഓരോന്നിനും ഇൻറ്റു ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ മെട്രിക്സിൽ ചെയ്യുക. അതേപോലെ ഇവിടെ ചെയ്യാം. 3 × 1 3, 3 × -1 -3, 3 × 0 0, 3 × 2 6. കണ്ട, ഇങ്ങനെ കൊടുത്തു. അതേപോലെ ഇവിടെ 3 × 3 എന്താ വരിക, 9, 3 × 5 15, 3 × 4 12, 3 × 6 18. കണ്ട, അങ്ങനെ ഓരോ വാല്യൂസും 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, രണ്ട് മെട്രിക്സും ആഡ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള രണ്ട് മെട്രിക്സിനെ ആഡ് ചെയ്യാം. 2xും 3യും കൂടി ആഡ് ചെയ്യുമ്പോൾ 2x + 3, അല്ലാണ്ട് 2xും 3യും കൂടി ആഡ് ചെയ്യുമ്പോൾ 5x അല്ല കേട്ടോ. ആരും തെറ്റിക്കരുത്, ഇവിടെ എക്സിൻ്റെ ടേമാണ്, ഇവിടെ ഒരു നമ്പറാണ്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് ഒരിക്കലും 2x + 3 എന്ന് പറഞ്ഞാൽ 5x അല്ല. ഇതല്ല, ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. ഇവിടെ എക്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് 5x എന്ന് കൊടുക്കാം. ഇവിടെ അതല്ല, ഒരു എക്സിൻ്റെ ടേമും ഒരു നമ്പറും, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ 2z + - എന്ന് പറയുമ്പോൾ എന്താ, 2z - 3 എന്നാവും. 2y + 0 2y അല്ലേ, 2y + 0 എന്ത് ആഡ് ചെയ്യുമ്പോഴും ആ നമ്പർ തന്നെയല്ലേ കിട്ടുക. അപ്പോൾ 10 + 0 ആണെങ്കിൽ 10 തന്നെ കിട്ടുക. അപ്പോൾ അതേപോലെ 2y + 0 എന്ന് പറഞ്ഞാൽ 2y, 2t + 6 ഇങ്ങനെ വന്നു. നമുക്കൊരു ഈക്വൽ ടു ഈ സൈഡിൽ കൊടുക്കാം, 9 15 12 18. കണ്ട, ഇതുപോലെ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യാന്ന് പറയാം, അതായത് ഈ സൈഡിലുള്ള ഫസ്റ്റ് നമ്പറും ഇതിലുള്ള ഫസ്റ്റ് നമ്പറും അങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതാം. ആദ്യം നമുക്ക് 2x + 3, 2x + 3. അപ്പോൾ ഇപ്പുറത്ത് ഇതേ സ്ഥാനത്ത് ആരൊക്കെ എടുക്കണം, 9. അപ്പോൾ 2x + 3 = 9. അതേപോലെ 2z - 3, അപ്പോൾ ഇവിടെ രണ്ടാമത്താണ്, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഏതാ, 15. കണ്ട, ഇങ്ങനെ കൊടുക്കുക. ദെൻ 2y ഇവിടെ, അപ്പോൾ ഇവിടെ ഏതാ, 12. അതായത് ഒരേ പൊസിഷനിൽ കിടക്കുന്നത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി 2t + 6 = 18. കണ്ട, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ സെക്ഷനൊക്കെ, അതായത് ഇത് ഈ ഒന്നാമത്തെയും എടുത്തെഴുതി, അതേപോലെ രണ്ടാമത്തെ ഇത് ഈ രണ്ടാമത്തെയും എടുത്തെഴുതി, അതേപോലെ മൂന്നാമത്തെ അടുത്ത സെക്ഷൻ എടുത്തു, ഇവിടുത്തെ ഈ ഒരു സ്ഥലത്ത് കൊടുക്കുന്നതും ഈ ഒരു സ്ഥലത്ത് കൊടുക്കുന്നതും എടുത്തു, ഇതും എടുത്തു. കണ്ട, നമ്മളുടെ ഈ ഓരോന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x y z ഒക്കെ കിട്ടും. അപ്പോൾ 2y = 12 ആണ് കേട്ടോ. 2y = 12 ആണെങ്കിൽ y എങ്ങനെ കിട്ടുക, 12/2 എന്താ, 6.
6 വൈയുടെ വാല്യൂ, സിമ്പിൾ. ഇനി 2t + 6 8 ആണ്. അപ്പോൾ 2t എന്താ വരിക, +6 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -6 ആവും. സോ 2t = 12 എന്ന് കിട്ടും. t = 12/2 6, 12/2 6 കണ്ടോ. അപ്പോൾ y കിട്ടി, t കിട്ടി. ഇനി ഇവിടുന്ന് 2x അവിടെ നിർത്തുക, 3 അങ്ങോട്ട് പോകുമ്പോൾ 9ൻ്റെ അടുത്തോട്ട് വരും, -3 എന്നാവും. +3 അങ്ങോട്ട് പോകുമ്പോൾ -3. അപ്പോൾ 2x = 6 കിട്ടും. അപ്പോൾ x = 6/2 എന്താണ്, 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3. ഇങ്ങനെ സോൾവ് ചെയ്യുക. അതേപോലെ ഇവിടെ 2z അവിടെ നിർത്തുക, 2z അവിടെ നിർത്തിയിട്ട് -3 അങ്ങോട്ട് പോകുമ്പോൾ 15 + 3 എന്നാവും. -3 അങ്ങോട്ട് പോകുമ്പോൾ +3. അപ്പോൾ z = എന്താ വരിക ഇവിടെ, 18 ആവും. 18/2 9 കണ്ടോ. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. എക്സ് എന്ന് പറയുന്നത് 3 ആണ്, y 6 ആണ്, z 9 ആണ്, t 6 ആണ്. കണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്താ ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യും, ഇതിൻ്റെ പുറമേ കിടക്കുന്ന ഓരോ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഇൻറ്റു ചെയ്തിട്ട് എഴുതി. അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് 2 മെട്രിക്സിനെ ആഡ് ചെയ്തിട്ട് എഴുതി. പിന്നെ ഇക്വേറ്റ് ചെയ്യാന്ന് പറയും. ഇവിടെ കിടക്കുന്നത് ഇക്വേറ്റ് ചെയ്തു, ഇതും ഇക്വേറ്റ് ചെയ്തു, ഇതും ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു അഡീഷനിൽ നിന്ന് ചോദിക്കുക. ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതിൽ x y z ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതേപോലെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മേ ബി ഇതുപോലെ sin സ്ക്വയർ x cos സ്ക്വയർ x എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കും. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് ചോദിക്കുക എങ്ങനെയാണെന്ന് പറയും. ഇതുപോലെ ഇവിടെ ഒരു മെട്രിക്സ് എഴുതിയിട്ടുണ്ടാവും, എന്നിട്ട് ഇവിടെ പറയും x + 5, ഇവിടെ 5, ഇവിടെ y, ഇവിടെ 2, എന്നിട്ട് ഇവിടെ 10, 3, 4 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് ഇതിന് x y കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ x + 5 ആണ്. അപ്പോൾ x + 5 = ഈ സൈഡ് നോക്കുക 10. ആ ഒരു അതേ പൊസിഷനിൽ കിടക്കുന്നത് ഇവിടെ 10. നമുക്ക് ഇതിന് x കണ്ടുപിടിക്കാം. 10 - 5 ആണ്. അതേപോലെ ഇവിടെ y, ഇവിടെ 4. സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടി y = 4. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു 2 മാർക്കിനായിട്ടൊക്കെ നമുക്ക് ഇതിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അഡീഷനിൽ നിന്നും സബ്ട്രാക്ഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുകയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നാണ്. അത് നമുക്ക് തൊട്ടടുത്ത പാർട്ടിൽ പറയാം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിട്ട് മാറും. അപ്പോൾ ഇതൊരു സെക്ഷനാണ്, ഓരോ സെക്ഷൻസ് ആയിട്ടാണ് ഈ പാഠത്തിൽ. ആദ്യം അഡീഷൻ, സബ്ട്രാക്ഷൻ. ആദ്യം എന്താണ് മെട്രിക്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് എന്താണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അഡീഷൻ ഓഫ് മെട്രിക്സും സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലാണ് എന്ത് പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ, സ്ക്യൂ സിമെട്രിക്, മെട്രിക്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന സെക്ഷൻ. അങ്ങനെ ഒരു 4 പാർട്ടായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കഴിക്കുന്നത്. നമ്മൾ 2 പാർട്ടാണ് ഇപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് ഇട്ടുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ 3ാമത്തെ പാർട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് അതിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത പാർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് മൾട്ടിപ്ലിക്കേഷൻ. അത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം ഈ പാഠത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്ലിക്കേഷൻ അത്രയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ വളരെ സിമ്പിളാണ്, പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് കാണാം. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ക്ലാസ് എടുത്തതിൻ്റെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ടൊക്കെ നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചിലത് ലാസ്റ്റത്തെ 2-3 വീഡിയോസ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് ഓൾറെഡി ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടൊക്കെ ഒരു നോട്ട്സ് ഒരു ക്ലിയർ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടാണ്ടിരുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെയൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ പേര് നോട്ട്സ് ചോദിച്ചു, പക്ഷേ ഒരു ഇഷ്യൂ ഉള്ള കാരണമാണ് ഇടാണ്ടിരുന്നത്. കുറേയൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കില്ല നോട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള നമ്മളെല്ലാ നോട്ട്സും ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്ത് നമ്മൾ വീഡിയോസ് ഇടുന്നതും ഏതൊക്കെ വീഡിയോസ് ഇടുന്നതൊക്കെ ടെലിഗ്രാം ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ ഞാൻ അവിടെയാണ് പറയുക. അപ്പോൾ എല്ലാവരും അത് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.